പവിത്രം 2-ല് അങ്ങനെ നമ്മുടെ വേദ പ്രസവിക്കാനായിട്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. പക്ഷെ ആ ഒരു സമയത്ത് പോലും വേദയുടെ പിന്നാലെ ഗുണ്ടകളാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ വേദ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുവോ ഇനി ഈ ഗുണ്ടകള്? അതോ ഇനി വേദയെ വെടിവെച്ച് കൊല്ലുവോ? കാരണം വേദയ്ക്ക് പിറകെ ഗുണ്ടകളെ വിട്ടിരിക്കുകയാണ്. അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു, വേദയുള്ള ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഗുണ്ടകൾ ഇനി ഏത് നിമിഷം വേണമെങ്കിലും വേദയെ എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മുടെ വിക്രം ജയിലിലാണ്, ആകെ ഡിപ്രഷനിലാണ്. വിക്രത്തിന് വേദയെ കാണണം, വേദയായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് കഴിയാണ്. ഈ സമയത്ത് അവക്ക് കെയർ വേണ്ട സമയമാണ്. എനിക്ക് അവളുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ആകെ മൊത്തം വിക്രം ഒരു അടപടലം തെറ്റിയ ഒരു അവസ്ഥയിലാണ്, ജയിലിലെ ഡിപ്രഷനിലാണ്. വേദ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വിക്രം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വേദയ്ക്കും ഉണ്ട്. മൊത്തത്തിൽ ആകെ മൊത്തം ഒരു ഇമോഷണൽ എപ്പിസോഡായിരുന്നു പവിത്രം 2-ന്റെ ഇന്നത്തെ ജൂലൈ 14 എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിൻ്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ വേദ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് വേദയും നമ്മുടെ ശ്രേയയും കൂടെ ഹോസ്പിറ്റലിൽ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുവാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ആ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡേറ്റ് ആണല്ലോ, അപ്പം നമുക്ക് ഇന്ന് അഡ്മിറ്റ് ആയാലോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രേയ പറയാണ്, ഡോക്ടറെ ഞാനും 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല, ഞാനില്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഡോക്ടർ പറഞ്ഞേ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഇതുവരെയും പ്രശ്നമൊന്നുമില്ല, നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനത്തെ ബെഡ്റൂംസ് എങ്ങനത്തെ ഇതാ വേണ്ടത്, സ്യൂട്ടാ വേണ്ടത്? സിംഗിളും ഉണ്ട്, ഇവിടെ ഒരു ട്വിന്നും ഉണ്ട്. അപ്പോൾ പറയും ജനറൽ വാർഡ് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേദ. ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ്, നമ്മുടെ ഹിന്ദിയിൽ ചോദിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ജനറൽ വാർഡ് ഫുള്ള് ഫില്ലാണ്, പിന്നെ ട്വിൻ ഷെയർ ആണ് ഉള്ളതെന്ന് പറയാ. അപ്പോഴത്തേക്കും വേദ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എടുക്കാം. അപ്പോൾ ഡോക്ടർ പറയാണ് ട്വിൻ ഷെയർ ആണെങ്കിൽ കുറച്ച് പ്രൈവസി കിട്ടും, പിന്നെ അവിടെയൊക്കെ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളും എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നേഴ്സ് അങ്ങോട്ട് വരുവാണ്. ആ വരൂ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ വിളിച്ചുകൊണ്ട് പോകും. തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പറയണം മലയാളിയാണ് ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ആണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് മലയാളത്തിൽ വിളിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞ് വേദയും അതുപോലെ നമ്മുടെ ശ്രേയയും കൂടെ വിളിച്ചുകൊണ്ട് ഡോക്ടർ നേഴ്സ് അവിടെ നിന്ന് പോവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ബില്ലിൻ്റെ റിസപ്ഷൻ ഉണ്ടല്ലോ, ബില്ലിൻ്റെ ആ ഒരു ബില്ല് ക്ലിയർ ചെയ്യാനും കൂടുതൽ പേപ്പർ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശ്രേയയോട് പറയുവാണ് നേഴ്സ്. അപ്പോഴത്തേക്കും നമ്മുടെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ വേദ എന്ത് ചെയ്യാണ്, ബാഗിൽ നിന്ന് ATM കാർഡ് എടുത്തിട്ട് പറയുകയാണ്, ഇതിലെ ഈ കാശ് ഉപയോഗിക്കുക, വേണ്ട ഞാൻ കൊടുത്തോളാം, വേണ്ട നീ എൻ്റെ കാശ് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ATM കാർഡ് കൊടുക്കുവാണ് നമ്മുടെ വേദ. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, നേരെ നമ്മുടെ വേദയെ കൊണ്ടുവന്ന് നേഴ്സ് റൂമിലേക്ക് കൊണ്ടുവരുന്നു. ശ്രേയ ബില്ലടയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ വേദ വരുമ്പോഴത്തേക്കും 2 റൂം അപ്പുറം ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഇപ്പം ആരും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ഇവിടെ ഒരാളുണ്ടായിരുന്നു, സിറ്റി പോലീസിൻ്റെ വൈഫായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ഹെവി ബ്ലീഡിങ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ആരെയാ, നമ്മുടെ രാധിക, ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച രാധികയില്ലേ, ഹെവി ബ്ലീഡിങ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ 9 മാസത്തെ കഥ കഴിഞ്ഞല്ലോ. ഇന്നലെ 9 മാസത്തിന് മുന്നേ ഉള്ള കഥയിൽ വേദ ട്രെയിൻ കയറുന്നത് മുതലാണല്ലോ കാണിച്ചത്. ഇപ്പം ഏതാണ്ട് ആ കഥ കഴിഞ്ഞല്ലോ, പ്രസവിക്കാറായില്ലേ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ നഴ്സ് പറയുവാണ് ഭയങ്കര സീരിയസ് കണ്ടീഷനായിരുന്നു, ഇപ്പോൾ ഓക്കെ ആണ് എന്ന് പറയും. എന്ത് പറ്റിയതാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് അവരുടെ ഭർത്താവ് ഡൽഹിയിൽ DCP ആണ്, തരുൺ അയ്യർ എന്നാണ് പേര്, പക്ഷെ തരുൺ ധവാങ്ക് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതെന്താ അങ്ങനെ? അത് അയാൾ വരുൺ ധവാനെ പോലെയാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അയാൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെയുള്ള ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കാൻ പോയപ്പോൾ അയാൾക്ക് ശത്രുക്കളെ കൂടി. 2 ദിവസം മുന്നേ ഇവർ 2 പേരും കൂടി മാളിൽ കറങ്ങാൻ പോയപ്പോൾ ഗുണ്ടകളെല്ലാം കൂടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ആരെ അറ്റാക്ക് ചെയ്യാൻ വന്നു, അവളെയോ? അയ്യോ അവളെ അല്ല, അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ അയാൾ എടുത്തിട്ട് അവരുടെ എല്ലാം ഒടിക്കുന്ന കണ്ട് ഭാര്യയ്ക്ക് ഷോക്ക് വന്ന് വീണ് ബ്ലീഡിങ് ആയതാണ് എന്നിങ്ങനെ പറയണം. ശരി, റെസ്റ്റ് എടുക്കുക കേട്ടോ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബട്ടണിൽ അമർത്തിയാൽ മതി, നമ്മളെല്ലാവരും ഓടിയെത്തും എന്നിങ്ങനെ പറയാണ്. അല്ല, എൻ്റെ പേര് പറയാൻ മറന്നു, അരുണ ജ്യോതിലാൽ എന്നാണ് എൻ്റെ പേര്, പക്ഷേ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് അരുണ ചന്ദ്രപട്ടർ എന്നാ. അതെന്താ അങ്ങനെ? അത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വായാടിയാണ്, ഫുൾ ടൈം സംസാരിക്കുന്നതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ നഴ്സ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ എന്ത് ചെയ്യുക, വിക്രത്തിൻ്റെ ഫോട്ടോ എടുത്ത്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ വിക്രം വേദയുടെ മടിയിൽ അവരുടെ വീട്ടിലെ ബെഡ്റൂമിൽ കിടക്കുവാണ്. അപ്പോൾ വിക്രം പറയാണ്, ചില സിനിമകളിൽ നമുക്ക് ചില സീൻസൊക്കെ കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാറില്ലേ? ക്രിഞ്ചോ? എന്താ ഇപ്പം അങ്ങനെ പറയാൻ എന്നിങ്ങനെ ചോദിക്കുക വേദ. അത് വേറൊന്നുമല്ല, നമ്മുടെ സിനിമകളിൽ കാണുമ്പോൾ നമുക്ക് ചില സീന് കാണുമ്പോഴത്തേക്ക് എന്ന് തോന്നൂലേ എന്നിങ്ങനെ ചോദിക്കാം.
അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയണം, ഓ ഓ മനസ്സിലായി, അത് ആവർത്തിച്ചിങ്ങനെ കാണുന്നത് കൊണ്ടായിരിക്കും ക്രിഞ്ചായിട്ട് തോന്നുന്നത്. അപ്പൊ വിക്രം പറയാണ്, അങ്ങനെയാണെങ്കിലേ ലോകം ഉണ്ടായ കാലം മുതൽ പ്രേമവും കല്യാണവും പ്രഗ്നന്റ് ആവലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അതൊന്നും ക്രിഞ്ച് ആവുന്നില്ലല്ലോ. സാറ് പറഞ്ഞു വരുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പൊന്നു മാഷേ. എടാ പൊട്ടം വിക്രമാദിത്യ, ക്ലീശയാണെന്നും പറഞ്ഞ് സങ്കടം വരുമ്പോ ആൾക്കാർ കരയത്തില്ലേ? അപ്പൊ അതുപോലെ തന്നെയാ ഇത്. സമ്മതിച്ചല്ലോ വേദ, നീ സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിച്ചു, എന്തേ എന്നിങ്ങനെ വേദ ചോദിക്കുക. അപ്പോഴത്തേക്കും വിക്രം പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ പ്രഗ്നന്റ് ആകുമ്പോൾ എനിക്ക് നിന്റെ വയറിൽ ചെവി വെച്ച് നമ്മുടെ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കണം എന്നിങ്ങനെ പറയണ. അയ്യടാ കൊള്ളാം, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഗർഭിണി ആവുന്നില്ലെങ്കിലോ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും വിക്രം പറയാ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, നമ്മൾ നിയന്ത്രിച്ചാൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയാം. നമ്മൾ നിയന്ത്രിച്ചാൽ നിൽക്കുമോ, നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. ശരി. പിന്നെ ഇതൊക്കെ എത്ര നാളെന്ന് വെച്ചാ ഓരോ ജീവന്റെ അംശം ഇങ്ങനെ വരണ്ടേ എന്നിങ്ങനെ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് വിക്രം വേദയോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ വിക്രം വീണ്ടും വേദയുടെ മടി കിടക്കുന്ന ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ വേദ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കാരണം ഇന്നിപ്പോൾ വിക്രം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വയറിലൊക്കെ വെച്ച് ആ ഒരു കുഞ്ഞിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമായിരുന്നില്ലേ എന്ന് ആലോചിച്ച് വേദ ഇങ്ങനെ കരഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ശ്രേയ അങ്ങോട്ട് പറയണം, എന്തിനാ വേദ നീ ഇങ്ങനെ വിഷമമുള്ള കാര്യമൊക്കെ ആലോചിച്ച് നിൽക്കുന്നത്? വിഷമമുള്ള കാര്യവും, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വിക്രമായിട്ട് ഞാൻ ജീവിച്ച ഒരു വർഷത്തെ കാര്യം, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണിലൂടെ വരുന്നത് ആനന്ദാശ്രുവാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്, നീ ചിത്രം സിനിമ കണ്ടിട്ടില്ലേ? ചിത്രം സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ശ്രേയ ചോദിക്കുക. ആ സിനിമയിൽ ഊണ് കാലമായി വരൂ എന്ന് പറയുന്ന ആ ഡയലോഗ് ഇങ്ങനെ വേദ ഇങ്ങനെ വീണ്ടും പറയണം. അപ്പൊ അതിലുണ്ടായിരുന്ന മാറ്റം പോലെയാണ് എൻ്റെ ജീവിതത്തിലും. ആദ്യം ഗുണ്ടയായിരുന്നു, അവനോട് എനിക്ക് ദേഷ്യം തോന്നി, വെറുപ്പ് തോന്നി, പിന്നീട് അവനെ വിവാഹം ചെയ്തു, സഹതാപം തോന്നി, സ്നേഹം തോന്നി, ഇഷ്ടം തോന്നി, പിരിയാനാവാത്ത അത്രയും പ്രണയമായി നമ്മൾ തമ്മിൽ എന്നിങ്ങനെ വേദ പറയുവാണ്. അപ്പോൾ എനിക്കിന്നവൻ ജീവനാണ്, ഒരു വർഷക്കാലം, അതെനിക്ക് ആലോചിക്കാൻ ഏറ്റവും നല്ല നിമിഷങ്ങളല്ലേ എന്നിങ്ങനെ വേദ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ശ്രേയ എടുത്ത് പറയുവാണ്. അപ്പോഴത്തേക്കും ശ്രേയ പറയാണ്, എൻ്റെ പൊന്നു വേദ, ഞാൻ നിൻ്റെ അടുത്ത് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ഞാൻ പോവാ, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, നൈറ്റ് ഷിഫ്റ്റ് നിനക്കറിയില്ലേ? കുഴപ്പമില്ലടി, ഇവിടെ ആളുണ്ടല്ലോ, ഇപ്പം നമ്മുടെ എന്താ പറയുക, അരുണ ഹെൽപ്പിനുണ്ടല്ലോ, അരുണ ഇങ്ങനെ പറയുക, ആ പേര് പറയുവാണേ, എന്തായിരുന്നു പേര്? അരുണ വേദാങ്കോ, പേര് പറഞ്ഞ അരുണ ജ്യോതിലാൽ അല്ല, അരുണ ചന്ദ്രപട്ടറോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രേയ. അപ്പോഴത്തേക്ക് ആ കാര്യമൊക്കെ പറഞ്ഞ, ശരി, അധികാരം അടുപ്പിക്കണ്ട, അധികാരെങ്കിലും അടുപ്പിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ കഥ മൊത്തം പറഞ്ഞ് അവരിനി പാട്ടായി നടക്കണ്ട, അതൊന്നും വേണ്ട, ശരി എന്നിങ്ങനെ പറയാം. അപ്പൊ എന്നിട്ട് നമ്മുടെ വേദ പറയണ, എടി കോളേജ് ടൈമിൽ നമ്മൾ അത്ര വലിയ ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ലല്ലോ, നമുക്ക് പരസ്പരം അറിയാം, അത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോഴല്ലേ അടുത്തത്, ഒന്ന് പോടി, നീ അതിന് നന്ദിയൊന്നും എൻ്റെ പറയണ്ട, യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ശ്രേയ അവിടെ നിന്ന് പോവാണ്. പിന്നീട് നമ്മുടെ വിക്രത്തിനെ കാണിക്കുവാണ്. വിക്രം ഇങ്ങനെ ജയിലിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ വിക്രത്തിന്റെ പുറകിൽ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ വന്നിട്ട്, എന്താടാ കുറച്ചു കാലം ഈ ജയിലിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ ജയിലുമായിട്ടൊക്കെ ഒന്ന് സിങ്ക് ആയി പോകും, പക്ഷെ നീ മാത്രം എന്താ ഇങ്ങനെ, നീ വന്ന അന്ന് മുതലേ ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വിക്രം പറയാണ്, ഞാൻ ആദ്യമൊക്കെ ഈ ജയിലിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, പക്ഷെ ജയിലിൽ നിന്ന് ആദ്യം ഞാൻ വരുമ്പോൾ എനിക്ക് പുറത്ത് പോകണ്ടെന്നായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല രാഘവേട്ടാ, എനിക്ക് അവളുമായിട്ടുള്ളൊരു ജീവിതം, എല്ലാവരുടെയും കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവളുമായിട്ടൊരു സന്തോഷമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് ഉറപ്പിച്ച് നടന്നതാണ് ഞാൻ, പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ പറയാണ്, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്കിൽ കെട്ടിയ പശുവിനെ പോലെ എപ്പോഴത്തേക്കും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തില്ല. ചിലപ്പോൾ അത് ഫാസ്റ്റ് കുറയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് പുല്ല് കൊടുക്കും പശുവിന്, എന്നിട്ട് വീണ്ടും ചക്കിൽ കറക്കാൻ നോക്കുമ്പോൾ പശു ഓടും, നമ്മളതിൻ്റെ പിന്നാലെ ഓടും, ചിലപ്പോൾ പശു തിരിച്ചു വരും, ചിലപ്പോൾ വരില്ല. അപ്പോൾ ചക്ക കുറേ നാളങ്ങനെ ആടാതെ കിടക്കും, പക്ഷെ ചക്കിനങ്ങനെ ആടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നീ കരുത്, കുറച്ചു കാലത്തേക്ക് ആ ചക്ക് നിന്ന് പോയെന്ന് എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയാണ്, ശ്രീകാന്തിന് ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധം ഞാൻ വർഷേട്ടത്തിയോടെങ്കിലും നേരത്തെ പറയേണ്ടതായിരുന്നു, എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാം. ശരിക്കും ഞാൻ സീസൺ 1 കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറയട്ടാ, നീ സമാധാനിക്കുക, കേസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അനുകൂല വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിങ്ങനെ പറയാം. പിന്നെ ഇവിടെ വരുന്ന ക്രിമിനൽസിന് പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവും. അപ്പോൾ പിന്നെ നിന്നെ പോലൊരു നിരപരാധിയുടെ കാര്യം എനിക്ക് ഊഹിക്കാമല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മുടെ വിക്രം പറയാണ്, അത് പണ്ട് എന്താ പറയുക, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എനിക്കിതൊക്കെ മരിച്ചാൽ മതിയായിരുന്നു, ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുമ്പോൾ ശ്രീനി സാറാണ് അത് സമ്മതിക്കാതെ എന്നെ പിടിച്ചു നിർത്തിയത്. ജീവിതത്തോടെ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, പക്ഷെ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാം മാറി.
മൊത്തത്തിൽ മാറി, എന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തത് അവൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു കാവൽ മാലാഖിയാണ് അവൾ. ഓരോ തവണ അവളെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് വിവാഹം കഴിച്ചതും, ഞാൻ ജയിലിൽ പോകാൻ നിന്നപ്പോൾ എന്നെ അവൾ ഓരോ തവണ രക്ഷിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ വിക്രം അവിടെ നിന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. ജീവിതത്തിന് രസമുണ്ടെന്നും ജീവിക്കാൻ കൊതി ഉണ്ടെന്നും എല്ലാം ബോധ്യപ്പെടുത്തി തന്നത് അവളായിരുന്നു എല്ലാം തിരിച്ചു തന്നത്. എന്നിട്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ എവിടെ എന്ന് പോലും എനിക്ക് അറിയില്ല അവൾ എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ പറഞ്ഞു, എടാ നീ നല്ലത് ഓർക്ക്, നീ എന്നിട്ട് നീ നല്ലതും തെറ്റുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് നല്ലത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ വേദ ഇരിക്കുന്ന അതേ ആ ഒരു ട്വിൻ റൂമിലേക്ക് ഒരു അമ്മ വരുവാണ്. ഒരമ്മ വന്ന് അവിടെ നിന്ന് കരയുന്നു. അപ്പോൾ വേദ ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവർ കരയുന്ന കാണുവാണ്. പെട്ടെന്ന് അവർ കണ്ണീര് തുടച്ചിട്ട് വേദയുടെ അടുത്തോട്ട് പോയിട്ട് എന്തിനാ കരഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുക. അത് ഞാൻ എൻ്റെ മരുമകൾ അപ്പുറത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്, രാധിക എന്ന പേര്, അവൾക്കൂടെ ബ്ലീഡിങ് വന്ന് കൊണ്ടുവന്നതാ. പക്ഷേ ഇപ്പം ഇത്തിരി ക്രിട്ടിക്കൽ ആണെന്നാണ് പറയുന്നത്, ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറയുന്നത്, 8 മാസമായി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കഥകളെല്ലാം നമ്മുടെ വേദ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ടെൻഷൻ ആവുന്നു. അല്ല മോളുടെ കൂടെ ആരുമില്ലേ, എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ട്, അതല്ല ഹസ്ബൻഡ് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദ സ്റ്റക്ക് ആവുക. അപ്പോഴത്തേക്ക് അവർ ഹസ്ബൻഡ് പുറത്താണല്ലേ, അതെ പുറത്താണ് എന്നിങ്ങനെ പറയാം. ശരി മോളെ ഞാൻ പോട്ടെ, ടെസ്റ്റ് റിസൾട്ട് കൊടുക്കാനുണ്ട്, ഒരു മാസം മുന്നേ പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു, ഡോക്ടറിനെ കാണിക്കാനായിട്ട് റിസൾട്ട് എടുക്കാൻ വന്നയാ ഞാൻ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ ഗുണ്ടകളെ അയക്കുവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല കാണിച്ച ആ ഒരു വ്യക്തിയുടെ പേരെനിക്കറിയില്ല, പഴയ സീസണിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ നിങ്ങൾ പറയുക. അയാൾ പറഞ്ഞു, ഡൽഹിയിൽ എവിടെയാണ് വേദയുള്ളത്, വേദയെ പോയി നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അവളുടെ ഏതോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ അവൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സ്വന്തം പേര് പോലും ആയിരിക്കത്തില്ല അവൾ. അപ്പം നിങ്ങൾ കണ്ടെത്തി കൃത്യവിവരം എനിക്ക് തരണം. ഹോസ്പിറ്റലുകൾ മുഴുവൻ നിങ്ങൾ തിരക്കി നടക്കണമെന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഡൽഹിയിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഗുണ്ടകൾ തിരക്കി നടന്ന് അവസാനം നമ്മുടെ വേദയുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്തുമാണ്. വേദ ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യണം, വയറും തടവി സന്തോഷമായിട്ട് ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓൾറെഡി 5 എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ റിവ്യൂ ചെയ്തു, ഇത് രണ്ടാമത്തെയാണ്. ഓരോ ദിവസം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതിയെ ചെയ്ത് പോവാല്ലേ. കാരണം ഇനി അടുത്ത 5 എപ്പിസോഡ് അടുത്ത തിങ്കളാഴ്ച വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.